नमस्ते। ओम शांति। कार्यक्रम में हमारे साथ उपस्थित लोकसभा अध्यक्ष ലോക്സഭാ സ്പീക്കർ ശ്രീ ഓം ബിർള ജി, राजस्थान के गवर्नर രാജസ്ഥാൻ ഗവർണർ ശ്രീ കൽരാജ് മിശ്ര ജി, राजस्थान के मुख्यमंत्री രാജസ്ഥാൻ മുഖ്യമന്ത്രി ശ്രീ അശോക് ഗെലോട്ട് ജി, गुजरात के मुख्यमंत्री ഗുജറാത്ത് മുഖ്യമന്ത്രി ശ്രീ ഭൂപേന്ദ്ര ഭായ് പട്ടേൽ ജി, കേന്ദ്രമന്ത്രിസഭയിലെ എന്റെ സഹപ്രവർത്തകർ ശ്രീ കിഷൻ റെഡ്ഡി ജി, ഭൂപീന്ദർ യാദവ് ജി, അർജുൻ റാം മേഘ്വാൾ ജി, പുരുഷോത്തം രൂപാല ജി, श्री कैलाश चौधरी जी, രാജസ്ഥാൻ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ കൈലാഷ് ചൌധരി ജി, ശ്രീ ഗുലാം ചന്ദ് കടാരിയ ജി, ബ്രഹ്മകുമാരീസിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി രാജയോഗി മൃത്യുഞ്ജയ് ജി, രാജയോഗിനി സിസ്റ്റർ മോഹിനി ജി, സിസ്റ്റർ ചന്ദ്രിക ജി തുടങ്ങിയവർ, കുമാരി സഹോദരിമാരെ, മാന്യരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന യോഗികളെ, और यहां उपस्थित सभी साधक साधिकाएं। कुछ स्थल ऐसे होते हैं जिनमें अपनी एक अलग चेतना होती है, ऊर्जा का अपना ही एक अलग प्रवाह होता है। തങ്ങളുടേതായ വ്യത്യസ്ത ബോധവും അനന്യമായ ഊർജപ്രവാഹവും പ്രകടമാക്കുന്ന ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്. जिनकी तपस्या से ഈ ഊർജം ചില മഹാത്മാക്കളുടേതാണ്. അവരുടെ തപസ്സിലൂടെ വനങ്ങളും പർവ്വതങ്ങളും ഉണർന്നു മനുഷ്യന്റെ പ്രചോദനത്തിന്റെ കേന്ദ്രമായി മാറുന്നു. मानवीय प्रेरणाओं का केंद्र ദാദാ ലേഖരാജും बन जाते അദ്ദേഹത്തെപ്പോലുള്ള മറ്റ് നിരവധി തികഞ്ഞ വ്യക്തിത്വങ്ങളും മുഖേന हैं। आभा भी മൗണ്ട് അബുവിന്റെ പ്രഭാവലയം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. और उन जैसे अनेकों ഇന്ന് ഈ പുണ്യസ്ഥലത്ത് നിന്ന് की वजह സ്വാതന്ത്ര്യത്തിന്റെ അമൃതോത്സവം മുതൽ സുവർണ ഇന്ത്യയിലേക്ക് ഒരു വലിയ ക്യാമ്പയിൻ ബ്രഹ്മകുമാരീസ് സംസ്ഥ ആരംഭിക്കുന്നു. ब्रह्मा ഈ പരിപാടിയിൽ സുവർണ ഭാരതം എന്ന വികാരമുണ്ട്, ആത്മീയ പരിശീലനമുണ്ട്, स्वर्णिम भारत की ഇതിൽ രാജ്യത്തിനായുള്ള പ്രചോദനവുമുണ്ട്, ബ്രഹ്മകുമാരിമാരുടെ പ്രയത്നവുമുണ്ട്. हो रहा है। इस कार्यक्रम में स्वर्णिम भारत के लिए भावना भी है, साधना भी है। इसमें देश के लिए प्रेरणा भी है और ब्रह्मा कुमारियों के प्रयास भी है। मैं देश के संकल्पों के साथ, देश के सपनों के साथ निरंतर जुड़े रहने के लिए ब्रह्मा कुमारी परिवार का बहुत बहुत अभिनंदन करता हूं। രാജ്യത്തിന്റെ സ്വപ്നങ്ങളുമായി, आज के इस कार्यक्रम രാജ്യത്തിന്റെ ദൃഢനിശ്ചയങ്ങളുമായി നിരന്തരം ചേർന്ന് പോകുന്നതിന് ബ്രഹ്മകുമാരി കുടുംബത്തെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ सशरीर ദാദി ജാനകി, हमारे बीच രാജയോഗിനി ദാദി ഹൃദയമോഹിനി ജി എന്നിവർ നമ്മുടെ ഇടയിൽ ഭൗതികമായില്ല. എന്നോടവർക്ക് വലിയ വാത്സല്യമായിരുന്നു. आयोजन पर मैं ഇന്നത്തെ പരിപാടിയിൽ आशीर्वाद അവരുടെ അനുഗ്രഹവും ഞാൻ അനുഭവിക്കുന്നു. साथियों, जब संकल्प के സങ്കല്പങ്ങൾക്കൊപ്പം സാധനയും ചേർക്കുമ്പോൾ जब मानव നമ്മുടെ മമഭാവം മനുഷ്യകുലവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ भाव जुड़ ഇതം ന മമ എന്ന വികാരം अपनी നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കൊപ്പം ഉണരാൻ തുടങ്ങുമ്പോൾ इदम न അപ്പോൾ നമ്മുടെ ചിന്തകളിലൂടെ भाव ഒരു പുതിയ കാലഘട്ടം ജനിക്കാൻ പോകുന്നു. तो समझ അതെ, ഒരു പുതിയ പ്രഭാതം ആഗതമാകുന്നു. സേവനത്തിന്റെയും ത്യാഗത്തിന്റെയും ഈ അമൃത് ഇന്ന് അമൃത് മഹോത്സവത്തിൽ നവഭാരതത്തിനായി ഉയരുകയാണ്. ഈ ത്യാഗവും കടമയും കൊണ്ട് കോടിക്കണക്കിന് രാജ്യവാസികൾ ഇന്ന് സുവർണ ഭാരതത്തിന്റെ അടിത്തറ പാകുകയാണ്. अमृत महोत्सव में നമ്മുടെ സ്വപ്നങ്ങളും രാജ്യത്തിന്റെ സ്വപ്നങ്ങളും വ്യത്യസ്തമല്ല.
उमड़ रहा നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങളും ദേശീയമായ വിജയങ്ങളും വ്യത്യസ്തമല്ല. कर्तव्य भाव से നമ്മുടെ പുരോഗതി രാജ്യത്തിന്റെ പുരോഗതിയിലാണ്. देशवासी രാഷ്ട്രം നിലനിൽക്കുന്നത് നമ്മിൽ നിന്നാണ്. स्वर्णिम भारत की നമ്മൾ രാഷ്ട്രത്തിൽ നിന്നാണ്. ഈ വികാരം, ഈ തിരിച്ചറിവാണ് हमारे और നവഭാരതത്തെ സൃഷ്ടിക്കുന്നതിൽ ഭാരതീയരായി നമ്മുടെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നത്. हमारी निजी और राष्ट्रीय सफलताएं अलग अलग नहीं है. राष्ट्र की प्रगति में ही हमारी प्रगति है. हमसे ही राष्ट्र का अस्तित्व है और राष्ट्र से ही हमारा अस्तित्व है. ये भाव, ये बोध नए भारत के निर्माण में हम भारतवासियों की सबसे बड़ी ताकत बन रहा है. आज देश जो कुछ कर रहा है उसमें सबका प्रयास शामिल है. सबका साथ, सबका विकास, सबका विश्वास. आज एक और बात, सबका प्रयास. ये सब देश का मूल मंत्र बन रहा है. आज हम एक ऐसी व्यवस्था बना रहे हैं जिसमें രാജ്യം ഇന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പ്രയത്നമുണ്ട്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നത് രാജ്യത്തിന്റെ അടിസ്ഥാന മന്ത്രമായി മാറുകയാണ്. ഇന്ന് നമ്മൾ വിവേചനത്തിനിടമില്ലാത്ത ഒരു വ്യവസ്ഥിതി സൃഷ്ടിക്കുകയാണ്. സമത്വത്തിന്റെയും സാമൂഹിക നീതിയുടെയും അടിത്തറയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ്. പുതിയ ചിന്തകളും സമീപനങ്ങളുമുള്ള പുരോഗമനപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നവഭാരതത്തിന്റെ പിറവിയാണ് നാം ദർശിക്കുന്നത്. साथियों, भारत की सबसे बड़ी ताकत ये है कि कैसा भी समय आए, कितना भी अंधेरा छाए, ഏത് സമയം വന്നാലും എത്ര ഇരുട്ടായാലും ഭാരതം അതിന്റെ യഥാർത്ഥ സ്വഭാവം നിലനിർത്തുന്നു എന്നതാണ് ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശക്തി. हमारा युगों युगों का നമ്മുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രം ഇതിന് സാക്ഷ്യം വഹിക്കുന്നു. दुनिया जब ലോകം അന്ധകാരത്തിൽ അകപ്പെട്ടപ്പോൾ दौर से സ്ത്രീകളെക്കുറിച്ചുള്ള പഴയ ചിന്തകളിൽ അകപ്പെട്ടപ്പോൾ ഭാരതം സ്ത്രീകളെ മാതൃശക്തിയായും ദേവിയുടെ രൂപത്തിലും ആരാധിച്ചു. में जकड़ी थी, तब भारत मातृशक्ति की पूजा देवी के रूप में करता था. हमारे यहां ഗാർഗി, മൈത്രേയി, അനസൂയ, അരുന്ധതി, മദാലസ തുടങ്ങിയ പണ്ഡിത ശ്രേഷ്ഠകൾ സമൂഹത്തിന് അറിവ് പകർന്നു നൽകിയിരുന്നു. कठिनाइयों से भरे मध्य പ്രക്ഷുബ്ധമായ മധ്യകാലഘട്ടത്തിലും ഈ രാജ്യത്ത് പന്നാദൈ, മീരാഭായി തുടങ്ങിയ മഹിമയേറിയ സ്ത്രീകളുണ്ടായിരുന്നു. और अमृत महोत्सव में അമൃത് മഹോത്സവത്തിൽ देश जिस രാജ്യം स्वाधीनता സ്വാതന്ത്ര്യസമര संग्राम के ചരിത്രത്തെ ഓർക്കുന്നു. इतिहास को याद कर रहा है, उसमें भी അതിലും इतनी ही महिलाओं നിരവധി സ്ത്രീകൾ അവരുടെ ത്യാഗങ്ങൾ സഹിച്ചു. कित्तूर की കിട്ടൂരിലെ റാണി ചെന്നമ്മ, മാതംഗിനി ഹസ്ര, റാണി ലക്ഷ്മിഭായി, वीरांगना जलकारी बाई, वहां से लेकर सामाजिक क्षेत्र में വീരാംഗന ധൽക്കാരിബായി മുതൽ അഹല്യഭായി ഹോൾക്കർ, സാവിത്രിഭായി ഭൂലെ തുടങ്ങി देवियों ने സാമൂഹിക മണ്ഡലത്തിലെ ഈ ദേവതകൾ ഭാരതത്തിന്റെ തനിമ നിലനിർത്തി. बनाए रखी. आज देश लाखों स्वाधीनता सेनानियों के साथ आजादी की लड़ाई में नारी शक्ति के इस योगदान को याद कर रहा है और उनके सपनों को पूरा करने का प्रयास कर रहा है. और इसलिए आज ഇന്ന് രാജ്യം सैनिक ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യസമര സേനാനികൾക്കൊപ്പം സ്വാതന്ത്ര്യസമരത്തിൽ
സ്ത്രീശക്തിയുടെ ഈ സമഭാവനയെ സ്മരിക്കുകയും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇന്ന് സൈനിക് സ്കൂളിൽ പഠിക്കണമെന്ന പെൺമക്കളുടെ സ്വപ്നം പൂവണിയുന്നത്. ഇനി രാജ്യത്തിന്റെ ഏത് മകൾക്കും രാജ്യത്തിന്റെ പ്രതിരോധത്തിനായി സൈന്യത്തിൽ പോകാം. സുപ്രധാന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാം. സ്ത്രീകളുടെ ജീവിതവും തൊഴിലും ഒരുമിച്ച് പോകണം. ഇതിനായി മാതൃ അവധി വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും വർദ്ധിച്ചു വരികയാണ്. 2019 തിരഞ്ഞെടുപ്പിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ എത്രമാത്രം വോട്ട് ചെയ്തുവെന്ന് നാം കണ്ടു. ഇന്ന് രാജ്യത്തെ ഗവൺമെന്റിൽ വനിതാ മന്ത്രിമാർ വലിയ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇപ്പോൾ സമൂഹം തന്നെയാണ് ഈ മാറ്റത്തിന് നേതൃത്വം നൽകുന്നത് എന്നതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. ബേഠി ബച്ചാവോ ബേഠി പഠാവോ ക്യാമ്പയിന്റെ വിജയത്തോടെ വർഷങ്ങളായി രാജ്യത്ത് സ്ത്രീ പുരുഷ അനുപാതം മെച്ചപ്പെട്ടതായി സമീപകാല ഡാറ്റ കാണിക്കുന്നു. പുതിയ ഇന്ത്യ എങ്ങനെയായിരിക്കും, അതെത്ര ശക്തമാകും എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ മാറ്റങ്ങൾ. कि नया भारत कैसा होगा, कितना सामर्थ्यशाली होगा। साथियों, आप सभी जानते हैं कि हमारे ऋषियों ने उपनिषदों में तमसो मां ज्योतिर्गमय, मृत्युर्मा अमृत गमय इसकी प्रार्थना की है. നമ്മുടെ ഋഷിമാർ ഉപനിഷത്തുകളിൽ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതായത് നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നീങ്ങുന്നു, മരണത്തിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന് അമൃതത്തിലേക്ക്. അറിവില്ലാതെ അമൃതും അമരത്വത്തിലേക്കുള്ള പാതയും പ്രകാശിക്കുന്നില്ല. അതുകൊണ്ട് ഈ അമൃതകാലം നമ്മുടെ അറിവിന്റെയും ഗവേഷണത്തിന്റെയും നവീകരണത്തിന്റെയും കാലമാണ്. പൗരാണിക പാരമ്പര്യത്തിലും പൈതൃകത്തിലും വേരൂന്നിയതും ആധുനികതയുടെ ആകാശത്ത് അനന്തതയിലേക്ക് വികസിക്കുന്നതുമായ ഒരു ഭാരതമാണ് നാം കെട്ടിപ്പടുക്കേണ്ടത്. നമ്മുടെ സംസ്കാരം, നാഗരികത, മൂല്യങ്ങൾ, നമ്മുടെ ആത്മീയത, വൈവിധ്യം എന്നിവ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതേസമയം സാങ്കേതികവിദ്യ, അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ സംവിധാനങ്ങളെ തുടർച്ചയായി നവീകരിക്കണം. രാജ്യത്തിന്റെ ഈ ശ്രമങ്ങളിൽ നിങ്ങളെല്ലാവർക്കും, ബ്രഹ്മകുമാരികളെപ്പോലുള്ള ആത്മീയ സ്ഥാപനങ്ങൾക്കും വലിയ പങ്കുണ്ട്. ആത്മീയത, വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി തുടങ്ങി നിരവധി മേഖലകളിൽ നിങ്ങൾ മികച്ച പ്രവർത്തനം നടത്തുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ ഇന്നു തുടങ്ങുന്ന ക്യാമ്പയിൻ, നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അമൃത് മഹോത്സവത്തിനായി നിങ്ങൾ നിരവധി ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ ശ്രമങ്ങൾ തീർച്ചയായും രാജ്യത്തിനൊരു പുതിയ ഊർജം നൽകും, പുതിയ ശക്തി നൽകും. കർഷകരെ സമ്പന്നരും സ്വയം പര്യാപ്തരുമാക്കാൻ ജൈവ കൃഷിയിലേക്കും പ്രകൃതിദത്ത കൃഷിയിലേക്കും രാജ്യം ഇന്ന് പരിശ്രമിക്കുന്നു. നമ്മുടെ ബ്രഹ്മകുമാരി സഹോദരിമാർ ഭക്ഷണപാനീയങ്ങളുടെ ശുദ്ധതയെക്കുറിച്ച് സമൂഹത്തെ നിരന്തരം ബോധവൽക്കരിക്കുന്നു. എന്നാൽ ഗുണനിലവാരമുള്ള ഭക്ഷണത്തിന് പ്രകൃതി കൃഷി ആവശ്യമാണ്. പ്രകൃതി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ബ്രഹ്മകുമാരിമാർക്ക് വലിയ പ്രചോദനമായി മാറാൻ കഴിയും. ചില ഗ്രാമങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ട് ഇത്തരം മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിയും. അതുപോലെ ശുദ്ധമായ ഊർജത്തിന്റെയും പരിസ്ഥിതിയുടെയും മേഖലയിലും ഇന്ത്യയിൽ ലോകം വലിയ പ്രതീക്ഷയാണ് അർപ്പിച്ചിട്ടുള്ളത്. ശുദ്ധമായ ഊർജത്തിനായി ഇന്ന് ധാരാളം ബദലുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വലിയ പ്രചാരണം ആവശ്യമാണ്. സൗരോർജ മേഖലയിൽ എല്ലാവർക്കും മുന്നിൽ മാതൃകയായിരിക്കുകയാണ് ബ്രഹ്മകുമാരീസ്. नेचुरल फार्मिंग को प्रमोट करने के लिए, प्राकृतिक खेती को बढ़ावा देने के लिए एक बहुत बड़ी प्रेरणा बन सकती है. कुछ गांवों को प्रेरित करके
ऐसे मॉडल खड़े किए जा सकते हैं। इसी तरह क्लीन एनर्जी के और पर्यावरण के क्षेत्र में भी दुनिया को भारत से बहुत अपेक्षाएं हैं। കുറെ നാളായി നിങ്ങളുടെ ആശ്രമത്തിലെ അടുക്കളയിൽ സോളാർ പവർ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. കൂടുതൽ കൂടുതൽ ആളുകൾ സൗരോർജം ഉപയോഗിക്കണം. നിങ്ങൾക്കും ഇതിൽ വളരെയധികം സംഭാവന നൽകാം. അതുപോലെ ആത്മനിർഭർ ഭാരത് ക്യാമ്പയിന് ഊർജം പകരാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയും. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് വോക്കൽ ഫോർ ലോക്കലിന് ഈ ക്യാമ്പയിനെ സഹായിക്കാനാകും. सोलर पावर का इस्तेमाल ज्यादा से ज्यादा लोग करें, इसमें भी आपका बहुत सहयोग हो सकता है। इसी तरह आप सभी आत्मनिर्भर भारत अभियान को भी गति दे सकते हैं। वोकल फॉर लोकल, स्थानीय उत्पादों को प्राथमिकता देकर इस अभियान में मदद हो सकती है। साथियों, अमृत काल का ये समय ഈ അമൃതകാലം ഉറങ്ങുമ്പോൾ സ്വപ്നം കാണാനുള്ളതല്ല, മറിച്ച് ഉണർന്ന് നിങ്ങളുടെ തീരുമാനങ്ങൾ നിറവേറ്റുന്നതിനാണ്. വരാനിരിക്കുന്ന 25 വർഷം കഠിനാധ്വാനത്തിന്റെയും 25 വർഷത്തെ ത്യാഗത്തിന്റെയും തപസ്സിന്റെയും പരിസമാപ്തിയാണ്. നൂറുകണക്കിന് വർഷത്തെ അടിമത്തത്തിൽ നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനുള്ള 25 വർഷത്തെ കാലഘട്ടമാണിത്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃതോത്സവത്തിൽ നമ്മുടെ ശ്രദ്ധ ഭാവിയിലായിരിക്കണം. ये 25 वर्ष का कालखंड उसे दोबारा प्राप्त करने का है। इसलिए आजादी के इस अमृत महोत्सव में हमारा ध्यान भविष्य पर ही केंद्रित होना चाहिए। साथियों, हमारे നമ്മുടെ സമൂഹത്തിൽ അതിശയകരമായ ഒരു സാധ്യതയുണ്ട്. പഴയതും നിരന്തരം പുതിയതുമായ ഒരു വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു സമൂഹമാണിത്. എന്നിരുന്നാലും കാലക്രമേണ വ്യക്തിയിലും സമൂഹത്തിലും രാജ്യത്തും ചില തിന്മകൾ കടന്നുവരുന്നത് ആർക്കും നിഷേധിക്കാനാവില്ല. ഉണർന്നിരിക്കുമ്പോൾ ഈ ദോഷങ്ങളെ അറിയുന്നവർ ഈ ദോഷങ്ങൾ ഒഴിവാക്കുന്നതിൽ വിജയിക്കുന്നു. അത്തരം ആളുകൾക്ക് അവരുടെ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും നേടാൻ കഴിയും. നമ്മുടെ സമൂഹത്തിന് വിശാലതയും വൈവിധ്യവും ആയിരക്കണക്കിന് വർഷങ്ങൾ സഞ്ചരിച്ച അനുഭവവും ഉണ്ട് എന്നതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് സ്വയം വാർത്തെടുക്കാനുള്ള വ്യത്യസ്തമായ ഒരു ശക്തി, ഒരു ആന്തരിക ശക്തി ഉള്ളത്. നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി കാലാകാലങ്ങളിൽ അതിനെ മെച്ചപ്പെടുത്തുന്നവർ സമൂഹത്തിനുള്ളിൽ നിന്ന് ജനിക്കുകയും അവർ സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മകൾക്കെതിരെ യുദ്ധം ചെയ്യുന്നു എന്നതാണ്. സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ആദ്യ വർഷങ്ങളിൽ അത്തരം ആളുകൾക്ക് പലപ്പോഴും എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നു. ചിലപ്പോൾ അവഹേളനം പോലും നാം കണ്ടു. എന്നാൽ അത്തരം സമ്പൂർണരായ വ്യക്തികൾ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. അവർ ഉറച്ചു നിൽക്കുന്നു. കാലക്രമേണ സമൂഹം അവരെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ഓരോ കാലഘട്ടത്തിലെയും മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ ജാഗ്രതയോടെ നിലനിർത്തുക, സമൂഹത്തെ ദോഷമുക്തമായി സൂക്ഷിക്കുക. ഇത് വളരെ അത്യാവശ്യമാണ്. ഇത് ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. അക്കാലത്ത് ഏത് തലമുറയുണ്ടെങ്കിലും ഈ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടതുണ്ട്. വ്യക്തിഗത തലത്തിൽ നമ്മളെല്ലാവരും, ഒരു സംഘടന എന്ന നിലയിൽ ബ്രഹ്മകുമാരികൾ പോലുള്ള ലക്ഷക്കണക്കിന് സംഘടനകളും ഈ ജോലി ചെയ്യുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള 75 വർഷത്തിനിടയിൽ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാഷ്ട്രത്തിൽ ഒരു തിന്മ എല്ലാവരെയും വിഴുങ്ങിയിട്ടുണ്ടെന്നും നാം സമ്മതിക്കേണ്ടതുണ്ട്.
തന്റെ കർത്തവ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നത് തിന്മയാണ്. ഒരുവന്റെ കടമകൾ പരമപ്രധാനമായി സൂക്ഷിക്കാത്തതും അപ്രകാരം തന്നെ. കഴിഞ്ഞ 75 വർഷമായി നമ്മൾ അവകാശങ്ങളെക്കുറിച്ചും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി സമയം കളയുന്നതിനെക്കുറിച്ചും മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവകാശത്തെക്കുറിച്ചുള്ള സംസാരം ഒരു പരിധിവരെ തൽക്കാലം ഏത് സാഹചര്യത്തിലും ശരിയായിരിക്കാം. എന്നാൽ ഒരാളുടെ ചുമതലകൾ പൂർണ്ണമായി മറക്കുന്നത് ഇന്ത്യയെ ദുർബലമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. കർത്തവ്യങ്ങൾക്ക് മുൻഗണന നൽകാത്തതിനാൽ ഇന്ത്യക്ക് ഒരുപാട് സമയം നഷ്ടപ്പെട്ടു. ഈ 75 വർഷത്തിനിടയിൽ കടമകൾ അകറ്റി നിർത്തി അവകാശങ്ങളെക്കുറിച്ചുള്ള സംസാരം കാരണം സൃഷ്ടിച്ച വിടവ് വരുന്ന 25 വർഷത്തിനുള്ളിൽ ആ കർത്തവ്യം ചെയ്തുകൊണ്ട് നമുക്ക് നികത്താം. വരുന്ന 25 വർഷത്തേക്ക് ഒരു മന്ത്രമുണ്ടാക്കി ഇന്ത്യയിലെ ജനങ്ങളെ അവരുടെ കടമയെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിലൂടെ ബ്രഹ്മകുമാരികളെപ്പോലുള്ള സംഘടനകൾക്ക് വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും. ഈ ഒരു മന്ത്രത്തിൽ ബ്രഹ്മകുമാരികളും നിങ്ങളെപ്പോലുള്ള എല്ലാ സാമൂഹിക സംഘടനകളും പ്രവർത്തിക്കണം. അങ്ങനെ രാജ്യത്തെ പൗരന്മാരിൽ കർത്തവ്യബോധം പ്രചരിപ്പിക്കുക എന്നതാണ് എന്റെ അഭ്യർത്ഥന. ജനങ്ങളിൽ കർത്തവ്യബോധമുണർത്താൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഊർജവും സമയവും ചെലവഴിക്കണം. ബ്രഹ്മകുമാരികളെപ്പോലുള്ള സംഘടനകൾ ദശാബ്ദങ്ങളായി കടമയുടെ പാത പിന്തുടരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ കഴിയും. നിങ്ങൾ കടമകളിൽ സ്ഥിരതയുള്ളവരാണ്, കർത്തവ്യം നിർവഹിക്കുന്ന ആളുകളാണ്. അതിനാൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന മനോഭാവം, ആ കർത്തവ്യബോധം സമൂഹത്തിലും രാജ്യത്തും രാജ്യത്തിലെ ജനങ്ങളിലും വ്യാപിപ്പിക്കണം. അത് ഈ സ്വാതന്ത്ര്യത്തിന്റെ അമൃതോത്സവത്തിൽ രാജ്യത്തിനുള്ള നിങ്ങളുടെ ഏറ്റവും മികച്ച സമ്മാനമായിരിക്കും. उसकी भरपाई हम मिलकर के आने वाले 25 वर्षों में कर्तव्य की साधना करके पूरी कर सकते हैं. ब्रह्मा कुमारी जैसी संस्थाएं आने वाले 25 वर्ष के लिए एक मंत्र बनाकर भारत के जन जन को कर्तव्य के लिए जागरूक करके बहुत बड़ा बदलाव ला सकती है. मेरा आग्रह है कि ब्रह्मा कुमारी और आप जैसी तमाम सामाजिक संस्थाएं इस एक मंत्र पर जरूर काम करें, और वो है देश के नागरिकों में कर्तव्य भावना का विस्तार. आप सभी अपनी शक्ति और समय जन जन में कर्तव्य बोध जागृत करने पर जरूर लगाएं. और ब्रह्मा कुमारी जैसी संस्थाएं जिस तरह दशकों से कर्तव्य के पथ पर चल रही है, आप लोग ये काम बहुत आसानी से कर सकते हैं. आप लोग कर्तव्य में रचे पचे, कर्तव्य में रचे बसे, कर्तव्य का पालन करने वाले लोग हैं. इसलिए जिस भावना के साथ आप अपनी संस्था में काम करते हैं, उस कर्तव्य भावना का विस्तार समाज में हो, देश में हो, देश के लोगों में हो. ये आजादी के इस अमृत महोत्सव पर आपका देश को सबसे उत्तम उपहार होगा. നിങ്ങളൊരു കഥ കേട്ടിരിക്കണം. ഒരു മുറിയിൽ ഇരുട്ടായിരുന്നു. അതിനാൽ ആ ഇരുട്ടിനെ അകറ്റാൻ ആളുകൾ അവരവരുടേതായ രീതിയിൽ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്തു. ആരോ എന്തോ ചെയ്യുന്നു, വേറെ ചിലർ മറ്റെന്തോ ചെയ്യുന്നു. എന്നാൽ ഒരു ജ്ഞാനിയായ മനുഷ്യൻ ഒരു ചെറിയ വിളക്ക് കത്തിച്ചപ്പോൾ ഇരുട്ട് ഉടൻ അസ്തമിച്ചു. അങ്ങനെയാണ് കർത്തവ്യത്തിന്റെ ശക്തി. ഓരോ ചെറിയ പരിശ്രമത്തിന്റെയും ശക്തി അങ്ങനെയാണ്. നാം എല്ലാവരും രാജ്യത്തെ ഓരോ പൗരന്റെയും ഹൃദയത്തിൽ ഒരു വിളക്ക് കൊളുത്തണം. കടമയുടെ വിളക്ക് കത്തിക്കണം. നമ്മൾ ഒരുമിച്ച് രാജ്യത്തെ കടമയുടെ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മകളും ഇല്ലാതാകും. രാജ്യം പുതിയ ഉയരങ്ങളിലെത്തും. ഭാരതമെന്ന നാടിനെ സ്നേഹിക്കുന്ന, ഈ നാടിനെ അമ്മയായി കരുതുന്നവരിൽ രാജ്യത്തെ പുതിയ ഉയരങ്ങളിലെത്തിക്കാൻ ആഗ്രഹിക്കാത്ത
കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയും ഉണ്ടാവില്ല. ഇതിനായി നാം കടമകൾക്ക് ഊന്നൽ നൽകണം. कोई भी व्यक्ति ऐसा नहीं होगा जो देश को नई ऊंचाई पर ना ले जाना चाहता हो. कोटि कोटि लोगों के जीवन में खुशहाली न लाना चाहता हो. इसके लिए हमें कर्तव्यों पर बल देना ही होगा. साथियों, आज के ഇന്നത്തെ പരിപാടിയിൽ ഞാൻ മറ്റൊരു വിഷയം കൂടി ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. आप सभी ഭാരതത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ എത്ര വ്യത്യസ്തമായ ശ്രമങ്ങൾ നടക്കുന്നു എന്നതിന് നിങ്ങൾ എല്ലാവരും സാക്ഷികളാണ്. രാജ്യാന്തര തലത്തിലും ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. इसमें अंतर्राष्ट्रीय ഇത് വെറും രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഇത് രാഷ്ട്രീയമല്ല, हम ये നമ്മുടെ നാടിന്റെ മേലുള്ള ചോദ്യമാണ്. कि ये നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ അമൃതോത്സവം ആഘോഷിക്കുമ്പോൾ राजनीति नहीं ഭാരതത്തിന്റെ ശരിയായ രൂപത്തിൽ ലോകമറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. और जब हम അന്താരാഷ്ട്ര തലത്തിൽ ലോകത്തെ പല രാജ്യങ്ങളിലും സാന്നിധ്യമുള്ള ഇത്തരം സംഘടനകൾ दायित्व है ഇന്ത്യയെക്കുറിച്ച് ശരിയായ കാര്യങ്ങൾ മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കണം. में जाने ഇന്ത്യയെക്കുറിച്ച് പ്രവചിക്കുന്ന കിംവദന്തികളെക്കുറിച്ച് സത്യം പറയണം. അവിടെയുള്ളവരോട് പറയണം, അവരെ ബോധവൽക്കരിക്കണം. अंतर्राष्ट्रीय ഇത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം കൂടെയാണ്. देशों में उपस्थिति है. ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ബ്രഹ്മകുമാരിയെപ്പോലുള്ള സംഘടനകൾക്ക് മറ്റൊരു ശ്രമം കൂടി നടത്താം. എവിടെയായാലും എവിടെയായിരുന്നാലും നിങ്ങൾക്ക് ശാഖകളുള്ള രാജ്യങ്ങളിൽ ഓരോ വർഷവും ഓരോ ബ്രാഞ്ചിൽ നിന്നും കുറഞ്ഞത് 500 പേരെങ്കിലും ഭാരതം സന്ദർശിക്കാൻ വരണം. ഭാരതത്തെക്കുറിച്ച് മനസ്സിലാക്കാനായി വരണം. അവിടെ താമസിക്കുന്ന ഭാരതീയരല്ല, ഈ 500 പേരും ആ രാജ്യത്തെ പൗരന്മാരായിരിക്കണം. ഭാരതീയ വംശജരെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ അവർ വന്നാൽ അവർ ഈ നാട് കാണും, ഇവിടുത്തെ എല്ലാം മനസ്സിലാക്കും. അപ്പോൾ അവർ ഇന്ത്യയുടെ നന്മയെ സ്വയമേവ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രമങ്ങൾ എത്ര വലിയ മാറ്റങ്ങളുണ്ടാകും എന്ന് ആലോചിച്ചു നോക്കൂ. जो हिंदुस्तान के लोग वहां रहते हैं वो नहीं, उस देश के नागरिक होने चाहिए. मूल भारतीय की मैं बात नहीं कर रहा हूं. आप देखिएगा, अगर इस प्रकार से लोगों का आना हुआ, देखेंगे, यहां की हर बात को समझेंगे, तो अपने आप वो भारत के छाइयों को विश्व में लेकर के जाएंगे. आपके प्रयासों से इतने कितना बड़ा फर्क पड़ जाएगा. साथियों, परमार्थ करने की इच्छा तो ദാനധർമ്മങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹം എല്ലാവർക്കുമുണ്ട്. न भूलें. എന്നാൽ പരമാർത്ഥവും അർത്ഥവും ഒന്നിക്കുമ്പോൾ വിജയകരമായ ജീവിതവും വിജയകരമായ സമൂഹവും വിജയകരമായ രാഷ്ട്രവും സ്വയമേവ കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന കാര്യവും നാം മറക്കരുത്. अपने आप हो सकता है. अर्थ और परमार्थ के इस सामंजस्य की जिम्मेदारी हमेशा से भारत की आध्यात्मिक सत्ता के पास रही है. मुझे पूरा भरोसा है कि भारत की आध्यात्मिक सत्ता ദാനധർമ്മങ്ങളുടെയും പരമാർത്ഥത്തിന്റെയും ഈ യോജിപ്പിന്റെ ഉത്തരവാദിത്തം എല്ലായ്പ്പോഴും ഇന്ത്യയുടെ ആത്മീയ പ്രാമാണികത്വത്തിനാണ്. ഭാരതത്തിന്റെ ആത്മീയ ജീവികളായ നിങ്ങൾ എല്ലാ സഹോദരിമാരും ഈ ഉത്തരവാദിത്തം പക്വതയോടെ നിറവേറ്റുമെന്ന് എനിക്കുറപ്പുണ്ട്. നിങ്ങളുടെ ഈ ശ്രമങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃതകാലത്ത് പുതിയ ലക്ഷ്യങ്ങൾ സൃഷ്ടിക്കാൻ രാജ്യത്തെ മറ്റു സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും പ്രചോദനമാകും. ജനങ്ങളുടെ മനസ്സും ജനങ്ങളുടെ സമർപ്പണവുമാണ് അമൃത് മഹോത്സവത്തിന്റെ ശക്തി. നിങ്ങളുടെ പ്രയത്നത്തിലൂടെ വരും കാലങ്ങളിൽ ഭാരതം കൂടുതൽ വേഗത്തിൽ സുവർണ ഭാരതത്തിലേക്ക് നീങ്ങും. ആ ബോധ്യത്തോടെ എല്ലാവർക്കും വളരെ നന്ദി. बहुत बहुत धन्यवाद. ओम शांति.